ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് വളരെയേറെ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു SME ഷെയറിനെ കുറിച്ചുള്ള സ്റ്റോറി ചെയ്യുകയാണ്. ഇത് ഈ മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇവർ മോഡുലാർ കിച്ചൺ സ്റ്റോറേജ് സിസ്റ്റമാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആയിട്ട് പറയാവുന്നത്. പിന്നെ അലൂമിനിയം ലോങ് വാർഡ്രോബ് ഹാൻഡിൽസ്, പിന്നെ പ്രൊഫൈൽ ഹാൻഡിൽസ്, ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഫെബ്രുവരി 3 മുതൽ 8 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. BSE SMEയിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ MIPL എന്ന് പറയുന്ന ഗുജറാത്ത് ബേസ്ഡ് കമ്പനി പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് മോഡുലാർ കിച്ചൺ സ്റ്റോറേജ് സിസ്റ്റമാണ്. അതുകൂടാതെ അലൂമിനിയം വലിയ വാർഡ്രോബിൻ്റെ ഹാൻഡിൽസ്, പ്രൊഫൈൽ ഹാൻഡിൽസ്, ഇതെല്ലാം വിവിധ തരത്തിലുള്ള മോഡലുകളിൽ ഇവർ നിർമ്മിക്കുന്നുണ്ട്. നിർമ്മിക്കുക മാത്രമല്ല, അതിൻ്റെ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഈ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. കമ്പനിയുടെ വലിയ ഒരു പ്ലാന്റ് ഉണ്ട് ഗുജറാത്തിൽ. ആ പ്ലാന്റിലാണ് ഇതെല്ലാം അവർ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാന ബ്രാൻഡിൻ്റെ പേര് എവരിഡേ കിച്ചൺ എന്നാണ്. അതാണ് എക്കണോമിക് ബ്രാൻഡ്, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള എവരിഡേ കിച്ചൺ എന്നുള്ള ബ്രാൻഡ് വളരെ ഫേമസ് ആണ്. നമ്മൾ പരസ്യങ്ങളെല്ലാം ധാരാളം കണ്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അത് കൂടാതെ പ്രീമിയം ബ്രാൻഡുണ്ട്, കുറച്ചുകൂടി ഉയർന്ന തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡിൻ്റെ പേര് സ്പിറ്റ്സ് എവരിഡേ എന്നുള്ള ആ ബ്രാൻഡ്. അപ്പോൾ എവരിഡേ കിച്ചനും സ്പിറ്റ്സ് എവരിഡേ എന്നുള്ള 2 ബ്രാൻഡുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നുള്ളത്. സ്വന്തമായിട്ടുള്ള പ്രോഡക്ട്സ് കൂടാതെ ഇതിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ കമ്പനികൾക്ക്, വലിയ പ്രസിദ്ധമായിട്ടുള്ള കമ്പനികൾക്ക് വേണ്ടിയും പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കമ്പനിയാണ്, മാരുതിയാണ്. അതായത് നമ്മളുടെ ഗോദ്രേജ്, ഹാഫെൽ ഇന്ത്യ, കാഫ് അപ്ലയൻസ്, വാൾമാർട്ട്, ഹോം ലൈൻ, ലൈഫ് സ്പേസ് വുഡ്, ഇങ്ങനെയൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ. അവരുടെ എല്ലാം ബ്രാൻഡുകൾ വളരെ ഫേമസ് ആണല്ലോ. അവർക്കെല്ലാം വേണ്ടിയിട്ട് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ജോലി കൂടി ഈ മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഈ കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. MIPL അല്ലെങ്കിൽ മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവരുടെ ഫാക്ടറിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതിന് ഇന്ത്യ മുഴുവനുള്ള മാർക്കറ്റിംഗ് സിസ്റ്റവും ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വലിയൊരു അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. അത് മാത്രമല്ല, ഇ-കോമേഴ്സ് വഴി, ഓൺലൈൻ മാർക്കറ്റിംഗ് വഴിയുള്ള അവരുടെ ആ ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാവുന്ന പോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള നെറ്റ്വർക്ക് വഴിയുള്ള സെയിൽസിൽ വളരെ മുൻപന്തിയിലാണ് മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി. അത് മാത്രമല്ല, നമുക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്ന പ്രോഡക്റ്റുകൾ, നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുന്ന വലിയ പാക്കറ്റുകൾ അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൂട്ടി യോജിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു കമ്പനിയാണ്. അത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ പറയാം. 2000 ഈ കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യത്തെ 1-2 വർഷം അവർ MS വയർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോഡക്റ്റുകളിലേക്ക് മാറിയിട്ടുണ്ട് കമ്പനി. മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സിൻ്റെ പ്രോഡക്റ്റുകളായിട്ടുള്ള എവരിഡേ കിച്ചണും സ്പിറ്റ്സ് എവരിഡേയും എല്ലാം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയൊരു ഫാക്ടറി, ഏകദേശം 1,00,000-ൽ പരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാക്ടറിയാണ് ഗുജറാത്തിലുള്ളത്. അവിടെയാണ് അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും നിർമ്മിക്കുന്നത്. ഏകദേശം 300-ൽ പരം ഡീലേഴ്സും 25-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇന്ത്യ വ്യാപകമായിട്ട് കമ്പനിക്കുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് കൂടാതെ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഉഗാണ്ടയിൽ ഒരു നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കമ്പനിക്കുണ്ട്. പിന്നെ ഓവൻ വയർ ഷെൽഫിൻ്റെ നിർമ്മാണത്തിന് ഓസ്ട്രിയയിലുള്ള ഒരു കമ്പനിയുമായിട്ട് ഒരു ടൈപ്പിനും കമ്പനി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനിയുടെ മികവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ ആ ഒരു വൈവിധ്യമാണ് പ്രോഡക്ട്സിലുള്ള. അത് കൂടാതെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ സ്കിൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം കമ്പനിക്കുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെയുള്ളത് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ഫെസിലിറ്റി, അതായത് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ വഴിയുള്ള വിൽപ്പനയുടെ കാര്യത്തിൽ വളരെയധികം മുൻതൂക്കം കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്നും
പിന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് നിർമ്മിച്ച് തരുന്നു എന്നുള്ള കാര്യത്തിലും എല്ലാം കമ്പനി വളരെ അധികം പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒത്തിരി അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു കമ്പനിയാണിത്, ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. പിന്നെ അംബീഷ്യസ് ആയിട്ടുള്ള അവരുടെ എക്സ്പാൻഷൻ പ്ലാൻസ്, അടുത്ത 5 വർഷം കൊണ്ട് ഇപ്പോൾ ഉള്ള 300 ഡീലേഴ്സ് എന്നുള്ളത് 1000 ഡീലേഴ്സായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സാണ് കമ്പനിക്കുള്ളത് എന്നുള്ളതാണ്. മാരുതി ഇൻറ്റീരിയറിൻ്റെ പ്രൊമോട്ടേഴ്സ് പരേഷ് പി ലുനഗാരിയയും പുരുഷോത്തമാർ ലുനഗാരിയ എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ അവരുടെ കൈവശമാണ് 100% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇഷ്യൂ കഴിയുമ്പോൾ അവരുടെ കൈവശം 73.51% ഓഹരികളായിട്ട് കുറയും. അതായത് 11 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണിത്. അപ്പോൾ നമുക്കറിയാം SME ആയതുകൊണ്ട് വലിയ ഒരു തുകയല്ല സമാഹരിക്കുന്നത്, 11 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത്. അതായത് 20 ലക്ഷം ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. അതായത് ഫ്രഷായിട്ട് വിറ്റഴിക്കുന്നതാണ്, ഓഫർ ഫോർ സെയിലല്ല. പുതിയ ഓഹരികൾ 20 ലക്ഷം ഓഹരികൾ പുതുതായിട്ട് വരുമ്പോൾ അവരുടെ കൈവശം 73.51% കുറയുകയും പൊതുജനത്തിൻ്റെ കയ്യിൽ 26.49% ഓഹരികൾ എത്തുകയും ചെയ്യുകയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കാം. മാർച്ച് 2020 മുതൽ അതിൻ്റെ അടുത്ത കൊല്ലം 2021, പിന്നീട് അതിൻ്റെ അടുത്ത വർഷം ഒരു ഹാഫ് ഇയർലി കണക്ക് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2020 മാർച്ചിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ടോട്ടൽ റവന്യൂ ആണ് ഈ കോളത്തിൽ കാണുന്നത്. 181.87 ദശലക്ഷമാണ് അതിൻ്റെ റവന്യൂ കാണിക്കുന്നത്. ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ 2021 ആയപ്പോഴത്തേക്കും 181 എന്ന നിലയിൽ നിന്ന് ഒരല്പം താഴ്ച, അതായത് ഈ കോവിഡിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ് നമ്മൾ അതിൽ കാണുന്നത്. 152.34 ദശലക്ഷത്തിലേക്ക് ഇതിൻ്റെ റവന്യൂവിൽ ഒരു താഴ്ച കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഈ കോവിഡ് മൂലമുണ്ടായിട്ടുള്ള വിൽപ്പനയിലുണ്ടായിട്ടുള്ള കുറവ് തന്നെയാണ്. പിന്നീടുള്ള അർദ്ധവാർഷികം നോക്കുകയാണെങ്കിൽ 114.75 ദശലക്ഷമായിട്ട് കാണാം. ഇനിയും അതിൻ്റെ ലാഭം നോക്കുകയാണെങ്കിൽ 22.88 ദശലക്ഷമായിരുന്നു മാർച്ച് 2020-ലെങ്കിൽ അത് 21 ആയപ്പോഴത്തേക്കും 15.45 ആയിട്ട് ഒരു ചെറിയ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത അർദ്ധവർഷവും തന്നെ ഒരു 6 മാസത്തെ കണക്കിൽ തന്നെ 16.49 ആയിട്ട് അത് ഉയർന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു സമയത്ത് ആ ഒരു വർഷം കോവിഡിൻ്റെ അഫക്റ്റഡ് ആയതുകൊണ്ട് മാത്രം കുറച്ചൊരു താഴ്ച ഉണ്ടായെങ്കിലും അത് വളരെ വേഗത്തിൽ തന്നെ അത് തരണം ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ സമയത്തെല്ലാം ഓൺലൈൻ ബിസിനസ് ആയിരുന്നു കമ്പനിക്കെങ്കിൽ ഇപ്പോൾ വീണ്ടും കമ്പനി അത് മറ്റു രീതി ഓഫ്ലൈൻ ബിസിനസ്സിലേക്കും കൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 2 രൂപ 78 പൈസ എന്നുള്ള ലെവലിലാണ്. PE റേഷ്യോ 19.78. പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.26% ആണ്. ബുക്ക് വാല്യൂ 18.25 എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ SME കമ്പനിയിൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഈ കമ്പനി എന്തിനാണ് ഇപ്പോൾ IPO നടത്തുന്നത് എന്ന് ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നിക്കൽ ക്രോം പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പ്ലാന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പൗഡർ കോട്ടിങ്ങും. അപ്പോൾ ഈ പൗഡർ കോട്ടിങ്ങും നിക്കൽ ക്രോം പ്ലേറ്റിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 11 കോടി രൂപ കമ്പനി വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത്. അതുകൂടാതെ സാധാരണ പറയുന്ന പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട് കമ്പനിക്ക്. അതുപോലെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് എക്സ്പെൻസസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു SME ഓഹരി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നുക. അപ്പോൾ അത് മെയിൻ ബോർഡ് IPO എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. യാതൊരു വ്യത്യാസവും SME ഓഹരിയുടെ കാര്യത്തിൽ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം. പിന്നെ എന്താണ് SME ഓഹരി എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലുള്ള കാണുന്ന വീഡിയോ കണ്ടാൽ മതിയാവും, അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാവും. നമുക്കിനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ആരാണെന്ന് നോക്കാം. ISK അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ലീഡ് മാനേജർ. അതുപോലെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഇനി ഇഷ്യൂ വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിൽ.
ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇഷ്യൂ ഓപ്പൺ ആവുന്നത്. 8-ാം തീയതി ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 55 രൂപയാണ്. 55 രൂപയാണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ്. 11 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണ് ടോട്ടൽ ഉള്ളത്. ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല, എല്ലാം ഫ്രഷ് ഇഷ്യൂ ആണ്. 20 ലക്ഷം ഓഹരികളാണ് പുതുതായിട്ട് കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മിനിമം 2000 ഓഹരികളാണ്. അത് മാക്സിമം 2000 റീറ്റെയിലേഴ്സിനുള്ളൂ. അപ്പോൾ 2000 നമ്മൾ അപ്ലൈ ചെയ്യണം. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിയുടെ. ഈ 50% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. BSEയുടെ SME പ്ലാറ്റ്ഫോമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്, NSEയിലല്ല. BSEയുടെ പ്രത്യേക പ്ലാറ്റ്ഫോമായിട്ടുള്ള BSE SME എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഇനി നമുക്ക് ടെൻറ്റേറ്റീവായിട്ട് ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് ഒന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ഫെബ്രുവരി 11-ാം തീയതിയും കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് 14th ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് തരുന്നത് 15-ാം തീയതിയും ലിസ്റ്റിംഗ് ഡേറ്റ് 16 ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് SME ഓഹരി ആയതുകൊണ്ട് മിനിമം ലോട്ടായിട്ടുള്ള 2000 മിനിമം മാക്സിമം രണ്ടും 2000 ആണ്. ഈ 2000 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട പ്രത്യേക കാര്യം, ഇത് വിൽക്കാൻ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റിൽ വിൽക്കാനും വാങ്ങാനും 2000ൻ്റെ ലോട്ടുകളായിട്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് SME ഓഹരികളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ തീരെ ചെറുകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല SME ഓഹരികൾ. അല്പം സാമ്പത്തികമായിട്ട് കുറച്ച് ഇതിൽ മുടക്കാനായിട്ട് കഴിയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ടൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സാധാരണ നിലയിൽ SME ഓഹരികൾ മാർക്കറ്റിൽ വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഈ ഓഹരി അപ്ലൈ ചെയ്യാമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും. കുഴപ്പമില്ല, വളരെ നല്ല ഒരു യൂട്ടിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. മാത്രമല്ല ലോങ് ടൈമിലേക്ക് വളരെയധികം നല്ലതുമാണ്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ടെല്ലാം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഫ്രണ്ട്സ്, മാരുതി ഇൻറ്റീരിയർ പ്രോഡക്ട്സ് എന്നുള്ള ഈ SME ഓഹരിയുടെ IPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകൾ ഇടുക. അതോടൊപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.